എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സബലം ഈ ജീവിതം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. മദർ തെരേസയുടെ അൽമായ പ്രേക്ഷിത ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകുന്ന സംഘടനയായ LMC ലേ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന തോമസ് സാറിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ അടുത്ത് അറിയുകയാണ്. സാറ് സൂചിപ്പിച്ചല്ലോ, സാറ് 81-ലാണ് ഒരു നവീകരണത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും കടന്നു വരുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ജീവിതം സാറിൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാനിവിടുന്ന് 8 മണിക്കുള്ള ബസ്സിലാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് രാവിലെ. പക്ഷേ ഈ നവീകരണ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസവും തന്നെ ദിവലിയിൽ പങ്കെടുത്തിട്ട് കോളേജിൽ പോകാനായിട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ ഇവിടെ പ്രയർ ഗ്രൂപ്പുണ്ട്, അതിൽ പോകാനായിട്ട് തുടങ്ങി. പിന്നെ ഞാനൊരു 33-ാമത്തെ വയസ്സിൽ 1976 ഞാൻ ഡയബറ്റിക് ആയിരുന്നു. പിന്നെ നവീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്കൊരു ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റായിട്ട് സന്തോഷത്തിൽ അത് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇന്നും 39 വർഷമായിട്ടും എനിക്ക് വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ല. പിന്നെ ചിക്കൻ ഗുനിയ വന്നപ്പോൾ അതിൻ്റേതായ കുറേ സഫറിങ്സ് ഉണ്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലും രോഗങ്ങളിലും കൂടിയും ഒക്കെയാണ് ദൈവം നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ട്. എല്ലാ തകർച്ചകളും രോഗങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം അത് ഉപരി നന്മയ്ക്കായിട്ട് മാറ്റും എന്നുള്ള ഒരു കുറച്ച് ബോധ്യം കിട്ടി. അന്ന് മുതൽ കുട്ടികളോട് ഈശോയെപ്പറ്റി പറയാനായിട്ട് എനിക്ക് ഒരു നല്ല ധൈര്യം കിട്ടി. ഞാൻ റിലീജിയൻ ക്ലാസ് നേരത്തെ റിന്യൂവിലേക്ക് വരുന്നതിന് മുമ്പ് എടുക്കണമെന്ന് പറഞ്ഞപ്പം യാതൊരു കാരണവശാലും എടുക്കില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ റിലീജിയൻ ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി. ഏത് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മൂല്യങ്ങളെ പറ്റി കുറച്ച് സംസാരിക്കുകയും മൂല്യങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. ധാർമ്മിക മൂല്യങ്ങളുണ്ട്, ദൈവീയ മൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും എന്ത് ഇതിലൂടെ പോയാലും നിങ്ങൾ അതിൽ നിന്ന് കരകയറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്ലാസ്സുകൾ ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് സന്ദർഭം വരുമ്പം അവരോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്ത ശേഷം കൂടുതൽ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഞാൻ 1985 കോളേജിൽ ഫാക്കൽറ്റി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിട്രീറ്റ് ഓർഗനൈസ് ചെയ്യുക, സ്റ്റാഫിന് റിട്രീറ്റ് ഓർഗനൈസ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാൻ മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ ധ്യാനം അവിടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ദിവസം 1 ഡേ പ്രോഗ്രാം, അത് അച്ഛൻ്റെ റിട്രീറ്റ് ഉണ്ടായിരുന്നു, അതെന്നെ ആകർഷിച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ശേഷം ഒരു റിട്രീറ്റ് അവിടെ നടത്താനായിട്ട് സാധിച്ചു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് എന്നെ ടീമിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കാനായിട്ടാണ് എനിക്ക് വിഷയം തന്നത്. അത് ക്ഷമയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ടും അത് ഒത്തിരി പേരുമായിട്ട് പങ്കുവയ്ക്കാനും സാധിച്ചു. പിന്നെ അച്ഛൻ അവിടെ പറഞ്ഞ ഒരു വാക്യം, അതാണ് എന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയത്. ഞാൻ ക്ഷമയെപ്പറ്റി ക്ലാസ് എടുത്തിരുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാവരോടും പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവരോടുള്ള ഒരു ചെറിയ നീരസവും ഒരു കുറേ ചെറിയ രീതിയിലുള്ള ഒരു വെറുപ്പും ഒക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവരെ സ്നേഹിക്കാനായിട്ട് 100% ഒന്നും സ്നേഹിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ അവിടെ വെച്ച് അച്ഛന് കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞൊരു സെൻറ്റൻസ്, നമ്മളെ ഉപദ്രവിക്കുന്നവരും നമ്മളെ പീഡിപ്പിക്കുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരും അതുപോലെ എല്ലാ ക്രിമിനൽസും നമ്മളെടുത്താൽ അവരുടെ മൂകമായ ഭാഷയിൽ, ദൈവത്തിൻ്റെ മൂകമായ ഭാഷയിൽ നമ്മളോട് നിലവിളിക്കുകയാണ്, എനിക്ക് കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് കൃപ തരാൻ പറ്റുമോ? ഐ ഹാവ് ലോസ്റ്റ് ഗ്രേസ്, ക്യാൻ യു ഗീവ് മീ ഗ്രേസ്? ഇതാണ് അടിസ്ഥാന പ്രശ്നമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തിന്മ ചെയ്യുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കാനും
അവരെ അനുഗ്രഹിക്കാനൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും സാധിക്കില്ലായിരുന്നു. ഈ അടുത്ത നാളിൽ തന്നെ ഒരു തിക്താനുഭവം ഉണ്ടായി. കോണ്ടെക്സ്റ്റ് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അന്നേരം എനിക്ക് കുറച്ച് വിഷമമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചപ്പം, ദൈവമേ, ഇങ്ങനെ ഒരാളിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആ സമയത്ത് നീ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം എനിക്ക് തോന്നി അയാളുടെ ആ സമയത്ത് വളരെ സ്നേഹത്തോടെ ഇടപെടാനോ ഒന്നും എനിക്ക് പറ്റിയില്ലല്ലോ. അപ്പോൾ ആ വിഷമം എനിക്ക് അങ്ങ് മാറിപ്പോയി. അപ്പം അങ്ങനെ ഉപദ്രവിച്ചവരും പീഡിപ്പിച്ചവരും നിന്ദിച്ചവരും ഒക്കെ അവരെ സ്നേഹിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് ഉയരാനായിട്ട് സാധിച്ചു. ആ ഒരു വാക്യം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ച്. അതിന് ശേഷം ഞാൻ കുടുംബയോഗം ആരംഭിച്ചു. അപ്പം അങ്ങനെ കുടുംബങ്ങളിലൊക്കെ കുറേ സജീവമായിട്ട് ബന്ധപ്പെടാനും അവരെ കുറേ പേരെ റിന്യൂവലിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. തകർന്ന ബന്ധങ്ങളുണ്ടായിരുന്നു, പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്നിപ്പിക്കാനും പിന്നീട് പ്രയർ ഗ്രൂപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇതിൽ എനിക്ക് പങ്കാളിയാകാനായിട്ട് സാധിച്ചു. സാർ നവീകരണത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ഒക്കെ വന്നതിന് ശേഷം വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധത്തിലും അവരുമായിട്ടുള്ള സംസർഗത്തിലുമൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങൾ എങ്ങനെയായിരുന്നു? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ സാറിൻ്റെ മനസ്സിൽ നിൽക്കണം? പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ വരുന്നത്, ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകനെ വളരെ മോശമായിട്ട് തെറി വിളിച്ചു, വലിയ ഒച്ചയിൽ. ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കുട്ടിയാണ്. നല്ല സൈസുണ്ട്, നല്ല ഡ്രസ്സൊക്കെ പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പം ടീച്ചർ ചെന്നു, തൊട്ടടുത്താണ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അവിടെ പറഞ്ഞു. അപ്പം ഇങ്ങനെ 2-3 ടീച്ചേഴ്സ് ഇവൻ്റെ പുറകെ ഇങ്ങനെ ഈ കുട്ടിയുടെ കാര്യം പ്രിൻസിപ്പളിനടുത്ത് പറയണം, ഒരു ക്ലാസ്സിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ടീച്ചറിനെ പരസ്യമായിട്ട് തെറി വിളിക്കുക എന്നുള്ളത് മറ്റ്. അപ്പോൾ അവർ എന്നോട് ഈ സംഭവം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ കുറച്ച് മുമ്പിൽ പോകുന്നുണ്ട്. ഞാൻ സ്പീഡിൽ ചെന്ന് അവനെ വിളിച്ചു, മോനെ. ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയി. അവിടെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, അടുത്ത ഫിലിപ്സ് ഹോസ്റ്റൽ എന്ന് പറയും. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇങ്ങനെ ചെയ്തത്? അപ്പോഴത്തേക്ക് അവനങ്ങ് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ സങ്കടം കൊണ്ടും എൻ്റെ നിരാശ കൊണ്ടുമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ ചോദിച്ചാൽ, അങ്ങനെ വരുമ്പം തെറിയാണോ പറയുന്നത്? പറഞ്ഞു, എൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഈ ഒരു ഇതിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ ഇങ്ങനെയുള്ള അബ്യൂസസ് പറയും. അപ്പം എന്താ എനിക്കിത്ര പ്രയാസം ഉണ്ടാകാൻ കാരണം എന്താ? അപ്പം പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചുപോയി, അമ്മ പാരലൈസ്ഡാണ്, ഒരു ബ്രദറേ ഉള്ളൂ, ബ്രദർ മലബാറിലാണ്. ഞാൻ രാവിലെ കുറച്ച് റബ്ബർ വെട്ടി വെച്ചിട്ട് പിന്നെ അമ്മയെ കുളിപ്പിച്ച് അമ്മയ്ക്കുള്ള ഭക്ഷണവും കൊടുത്ത് ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണവും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോരുന്നത്. അപ്പം ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് അവർ ലേറ്റായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് സാർ ഇനിയും ക്ലാസ്സിൽ വരണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ പോയല്ലോ, എനിക്ക് പഠിക്കാൻ സാധിക്കില്ലല്ലോ, പഠിക്കണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ബസ് എന്ന് പറയുന്നത്, അത് പോന്നാൽ ഇത് ചിലത് മിക്ക ദിവസം പല ദിവസവും 10 മണിക്ക് എത്തും, പക്ഷേ ചില ദിവസം 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ലേറ്റാവും. അതിനു മുമ്പ് പോരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് റബ്ബർ വെട്ടാൻ പറ്റില്ല. അപ്പോൾ എനിക്കിത് രണ്ടും കൂടെ പറ്റില്ല. അപ്പോൾ എൻ്റെ പഠിത്തം തീർന്നല്ലോ, പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആ നിരാശ കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് വളരെ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നേരിട്ട് ചെന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞു. അവനെ സാധാരണ രീതിയിൽ ഡിസ്മിസ് ചെയ്ത് കോളേജിൽ നിന്ന് വിടേണ്ടതാണ്. പ്രിൻസിപ്പൾ വളരെ സിമ്പത്തറ്റിക്കായിട്ട് അവനോട് ഇടപെടുകയും പിന്നീട് ഉച്ചയ്ക്ക് ഉണ്ണാതെയാണ് അവന് ഇരുന്നത്. ഒരു ദിവസവും ചോറ് കൊണ്ടുവരാറില്ലായിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് തന്നെ ക്യാൻറ്റീനിൽ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാനായിട്ട്
ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് വരാറില്ല, വേറൊരു ക്ലാസ്സിലുള്ളൊരു കുട്ടിയാണ്. 2-3 പ്രാവശ്യം ഞാൻ കണ്ടപ്പം സംസാരിച്ചു. അപ്പം ഞാൻ നല്ലപോലെ പഠിക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ ബന്ധമൊന്നും പുലർത്തിയിട്ടില്ല. പിന്നെ ഇതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ വളരെ അകലിൽ നിന്ന് വരുന്ന പല കുട്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടെത്താനും ഷെയർ ചെയ്യാനും, അപ്പോൾ അവർക്കെല്ലാം ഫ്രീ ആയിട്ട് ഊണ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് അവരുടെ അന്തസ്സിനെ ബാധിക്കില്ലാത്ത രീതിയിൽ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് കൂപ്പൺ വാങ്ങിച്ച് നേരത്തെ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അവർ ചെന്ന് അപ്പം ഇവർ പേ ചെയ്താണോ എന്താണെന്നുള്ളത് അറിയില്ലെന്ന്. അപ്പം അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സിക്കായിരുന്ന പല കുട്ടികളെയും അവരുടെ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവരോട് കുറേ കൂടെയൊക്കെ സ്നേഹത്തിൽ പെരുമാറാനും അവരെ ഉയർത്തിക്കൊണ്ട് വരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാറിന് കുട്ടികളുടെ മനസ്സറിയാനും അവർക്ക് നല്ലൊരു മെൻറ്ററായി തീരാനൊക്കെ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ സാറിന് ഈ 31 വർഷക്കാലത്തെ ഒരു അധ്യാപന പരിചയവും ജീവിത അനുഭവങ്ങളിൽ നിന്ന് സാറ് പഠിച്ച പാഠങ്ങളും എല്ലാം വെച്ചിട്ട് ഈ പുതുതലമുറയിലുള്ള അധ്യാപകർക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? പുതിയ തലമുറയിലെ അധ്യാപകർ കുറേ കൂടി ആധ്യാത്മികതയിൽ ഉറച്ച ഒരു ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം. അവർക്ക് ക്രിസ്തുവിനെ പറ്റി പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരോട് ഈശ്വരനെ പറ്റി പറയാനായിട്ട് സാധിക്കണം. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു റോൾ മോഡലായിട്ട് തീരണം. ഇന്ന് കുട്ടികളെന്ന് പറയുന്നത് എല്ലാം ഈ വളർന്നു വരുന്ന തലമുറ വീട്ടിൽ 1-2 കുട്ടികൾ മാത്രമേ കാണുള്ളൂ. അത് സാമ്പത്തികമായിട്ട് സ്വല്പം ഉയർന്ന കുടുംബങ്ങളിലാണെങ്കിൽ അവർ ഒരു കിങ്ങിനെ പോലെയും ക്യൂവിനെ പോലെയൊക്കെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു ദുഃഖവും വേദന അറിയാത്ത എല്ലാ സൗകര്യങ്ങളുടെയും മധ്യേ ജീവിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് മൊബൈലിന് മിസ്യൂസ് കൊണ്ട് വഴിതെറ്റി പോകുന്നു. ഇൻ്റർനെറ്റ്, മറ്റ് ഫ്രണ്ട്ഷിപ്പ്, മദ്യം, ലഹരി, ഇതിനകത്തേക്കെല്ലാം അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ വൈഫ് തന്നെയാണെങ്കിൽ നവീകരണത്തിലേക്ക് വന്നു. വൈഫ് ഇപ്പോഴും കോളേജിൽ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട് ആഴ്ച 2 ദിവസം. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് സ്കൂളിലുണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് ഇപ്പം ഇല്ലാതാകുന്നു. പ്ലസ് വണ്ണിലൊക്കെ ഉണ്ടായിരുന്നവർ, അതിൻ്റെ ഒരു വലിയ ദുഃഖം. അവർ ഇപ്പം ബന്ധം പുലർത്തുന്നില്ല. പിന്നെ മണിക്കൂറുകൾ മൊബൈലിലൂടെ ചാറ്റ് ചെയ്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങളിൽ അധ്യാപകർക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും, അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും എന്നാണ് സാർ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എന്നും ക്ലാസ് ടീച്ചറായിരുന്നപ്പം ഓരോ കുട്ടിയും പേഴ്സണലായിട്ട് വിളിക്കുകയും അവരുടെ SLCയുടെ MSc പഠിക്കുന്നൊരു കുട്ടിയാണ്, SLCയുടെയും ഡിഗ്രിയുടെയും എല്ലാം മാർക്ക് കുറിച്ചിടുകയും ഒക്കെ. ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വിളിച്ച് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അവർ മാർക്ക് കുറഞ്ഞു പോകുമ്പം എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിക്കും. ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ അവർ തരുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ MSc ക്ലാസ് ഞാൻ പലരുടെയും പേരൻസിനെ വിളിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് അവർ കറക്ഷൻ വരുത്തുകയും നല്ല നിലയിൽ ആകുകയൊക്കെ ചെയ്തു. ഇന്നും കോളേജ് പഠിപ്പിക്കുന്ന പലരുമുണ്ട്, ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അവർക്കിന്ന് ഒരു വലിയ സ്നേഹമുണ്ട് അതിൻ്റെ പേരിൽ. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. ഈ മാർക്സ് വെച്ചുകൊണ്ട് എവിടെ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു അപ്പോഴും തന്നെ മനസ്സിലാക്കി വേണം വേറെ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. സാറിൻ്റെ കുട്ടിക്കാലം അതെങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ? എനിക്ക് വളരെ പ്രസൻ്റായിരുന്നു. കുറേ സ്ഥലമുണ്ടായിരുന്നു, കണ്ടമുണ്ടായിരുന്നു, ഇങ്ങനെ മാവും മറ്റേ ഫലവൃക്ഷാദികളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം അത് വളരെ സുന്ദരമായ ഒരു കാലഘട്ടമാണ്. തോട്ടിൽ പോയി കുളിക്കുക. പിന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട് അവരുടെ വീടിൻ്റെ അടുത്തുകൂടിയായിരുന്നു മീൻസിലാർ വെക്കൊണ്ടിരുന്നത്. അപ്പം വെക്കേഷനൊക്കെ അവിടെ പോകുമ്പം പിന്നെ പഠിച്ചതും ആഞ്ചുമേൽ അകലെയുള്ളൊരു സ്കൂളിലാണ് പോയി പഠിച്ചത്. അപ്പം അങ്ങനെ അത് അപ്പൻ്റെ അമ്മയുടെ വീടിനടുത്തുള്ള പുന്നത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്.
ആ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഒത്തിരി ആസ്വദിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ ഈ കൊയ്ത്തുത്സവവും അതൊക്കെ ശരിക്കും ഇതിൻ്റെ ആ ഒരു പൂർവ്വകാല സ്മരണകൾ വളരെ എൻറിച്ചിങ് ആണ്. സാറിൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ നിന്ന് ലഭിച്ച പരിശീലനം, അമ്മയുടെയും പിതാവിൻ്റെയും ഒക്കെ ഒരു കരുതലും സ്നേഹവും പരിശീലനവും, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് ആത്മീയ വളർച്ചയ്ക്ക് കാരണമായത്? അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് സർവ്വ പുണ്യാളന്മാരുടെ ലുത്തിനിയ ചെല്ലുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. എൻ്റെ ബ്രദേഴ്സ് 2 പേര് ഫാദറിൻ്റെ ഒരു ബ്രദറിൻ്റെ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, സ്കൂൾ കാലഘട്ടവും കോളേജുമൊക്കെ. പക്ഷേ എനിക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഉള്ള സ്നേഹം എൻ്റെ ഫുൾനെസ്സിൽ കിട്ടിയിട്ടുള്ളതെന്ന് ഞാനിന്ന് അവകാശപ്പെടുന്നത്. എനിക്കൊരു അങ്കിളുണ്ടായിരുന്നു, ഫാദറിൻ്റെ എൽഡസ്റ്റ് ബ്രദർ. കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ വൈഫ് മരിച്ചുപോയി. പിന്നെ പുള്ളി നിർബന്ധിച്ചാണ് അന്ന് കല്യാണം കഴിപ്പിച്ചത് തന്നെ. വൈഫ് മരിച്ചുപോയി, പിന്നെ കല്യാണം കഴിച്ചിരുന്നില്ല. അങ്ങനെ വളരെ അപ്രൈറ്റായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. ഒരു കട നടത്തിക്കൊണ്ടിരുന്നു. കടയിൽ ആരെങ്കിലും കള്ളു പിടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധനം കൊടുക്കില്ല. മുറുക്കുകയും വലിക്കുകയും ചെയ്യുന്നവർക്ക് കടയിൽ നിന്ന് സാധനം കൊടുക്കില്ല. മനോരമയുടെ സൺഡേ സപ്ലിമെൻ്റ്, അതിൻ്റെ അകത്ത് ചിന്താവിഷയം വായിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. അത് വായിച്ചെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ള ഒരു 2 സെൻറ്റൻസ് എങ്കിലും പറയാൻ പറയുക. അതിൻ്റെ ആ ഒരു വലിയ സ്വാധീനവും ഇൻഫ്ലുവൻസും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? ഭാര്യ, മക്കൾ, അവരുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ? എൻ്റെ ജീവിത പങ്കാളി കോട്ടയം BC കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. ആനീസ് എന്നാണ് പേര്. ഞാൻ നവീകരണത്തിലേക്ക് വന്നു. ഏതാനും വർഷം കഴിഞ്ഞപ്പം ഭാര്യയും നവീകരണത്തിലെ രംഗത്തേക്ക് വന്നു. അങ്ങനെ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ വളരെ നല്ല ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. ലൈഫ് വളരെ എഫിഷ്യൻ്റാണ്. ഹോം മാനേജ്മെൻറ്റിലും പിന്നെ എന്നെക്കാളും മിടിക്കാതെ തന്നെ പറയാനായിട്ട് സാധിക്കുകയെ. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നു. ഞങ്ങൾ 4 മക്കളാണ്. മൂത്തത് മോള്, ഉള്ള പേര് പ്രിയ. ഹസ്ബൻഡ് റോയ്, പുള്ളി ഒരു പെട്രോളിയം ജിയോളജിസ്റ്റാണ്, മസ്കറ്റിൽ ആണ് ഇപ്പോൾ. മൂത്ത മോന് അതിന് 5-6 വർഷമായിട്ട് കുവൈറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് മസ്കറ്റിലേക്കൊരു ട്രാൻസ്ഫർ കിട്ടി. കല്യാണം കഴിച്ചു. 2 പിള്ളേരുണ്ട്. സണ്ണിലയുടെ പേര് റോയ്. പിന്നെ 3ാമത്തെ മോന് അതിന് ഐഡിയയിൽ ബ്രോഡ്ബാൻഡ് ഡിവിഷൻ്റെ ഒരു മാനേജറായിട്ട് മദ്രാസിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് റോസിനി. പിന്നെ ഇളയ ആൾ മനു, പിന്നെ അവന് മർച്ചൻ്റ് നേവിയിലാണ്. വൈഫ് റോസു. എനിക്ക് കിട്ടിയ മരുമക്കൾ എന്നെല്ലാം പറയുന്നത് വളരെ നല്ല സ്വഭാവമുള്ളവരാണ്. വിവാഹം ആലോചിക്കുന്ന സമയത്ത് വളരെ നേരത്തെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. സാറിൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവം, പ്രവർത്തനങ്ങൾ, അധ്യാപന പരിചയം, ഇതിനെല്ലാം ശേഷം ജീവിതത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താണ്, സാർ എങ്ങനെ വിലയിരുത്തുന്നു ജീവിതത്തെ? ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം ഒരു കഴിവില്ലായിരുന്ന എന്നെ ദൈവം ഇത്രയൊക്കെ സഹായങ്ങൾ പല രീതിയിൽ പലർക്കും ചെയ്യാനായിട്ടും കുട്ടികൾക്കും പല കുടുംബങ്ങളുടെ വേണ്ടിയിട്ടൊക്കെ ചെയ്യാനായിട്ട് എന്നെ ഉപയോഗിച്ചു. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള ഭാവിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും നന്മയും ഉണ്ടാകാനായിട്ടുള്ള പദ്ധതി. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. അപ്പോൾ എത്ര തകർച്ചകളിലൂടെയും നിരാശകളിലൂടെയും ദുഃഖത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവർ യേശുവിലേക്ക് വന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതം വളരെ മഹത്തരം ആകുന്നു. സെൻറ്റ് പോൾ ഫിലിപ്പീൻസ് എഴുതിയ ലേഖനത്തിൽ 4:19 പറയുന്നുണ്ട്,
എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന്. ഇത് ആര് ഈശോയായിട്ടുള്ള ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നോ അവർക്കെല്ലാം അവൻ വാരി വിതറി കൊടുക്കുന്നുണ്ട്. അത് സമൃദ്ധിയിൽ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ലൗകിക സമ്പത്തായിരിക്കില്ല, പക്ഷേ ഉള്ളിലുള്ള ഒരു വലിയ ആനന്ദം, സന്തോഷം ആനന്ദം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോഴത്തേക്കും പിന്നെ സുഖമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന്, ബാഹ്യ ലോകത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നൈമിഷികമാണ്. പക്ഷേ ആനന്ദം എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന്, സ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ഊർജം. പരിശുദ്ധാത്മാവിന്റെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഊർജം നമ്മളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവോടെ ആണ് നമുക്ക് സന്തോഷം, സമാധാനം ഇതെല്ലാം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുകയാണ് ആ ശത്രു നമ്മുടെ മിത്രമായിട്ട് വരുന്നതായിട്ട് പല അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തിമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ 2-3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ രാഷ്ട്രാധികാരികൾക്ക് വേണ്ടിയും ഭരണത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും എല്ലാം പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ഈ ടെററിസവും അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രീസ്റ്റ്, ബിഷപ്സ്, ഏറ്റവും കൂടുതൽ പോപ്പിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ജീവിത മാതൃക ഇന്നത്തെ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ നൽകിക്കൊണ്ട് സാർ ഇന്നും പ്രാർത്ഥനാ ജീവിതത്തിലും കാരുണ്യ പ്രവൃത്തികളിലുമെല്ലാം സജീവമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. സാറിന് എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു. ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി സാറിന് നന്ദി.